ക്രേസി കപ്പിൾസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ടുള്ള ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, ഈ ആകർഷണ നിയമം ഒക്കെ പഠിപ്പിക്കുന്ന ആളുകളും അല്ലെങ്കിൽ അതിന്റെ പ്രാക്ടീസുകള് കാര്യങ്ങൾ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ അത് മറ്റുള്ളവർക്കൊക്കെ നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കില്ലേ, അങ്ങനെയൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് അതിന്റെ ഒരു റിസൾട്ട് അല്ലെങ്കിൽ അതിന്റെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് മറ്റുള്ളവർ പറഞ്ഞ് നമുക്ക് കേൾക്കുമ്പോൾ ഒരുപാട് ഒരു സന്തോഷം തോന്നും. അപ്പൊ നമുക്ക് വീണ്ടും ഒന്നുകൂടി ആഴത്തിൽ നമുക്ക് അതിനോടുള്ള ഒരു വിശ്വാസം കൂടുകയും നമുക്ക് മറ്റുള്ളവർക്കൊക്കെ അത് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് തോന്നുകയും ചെയ്യും. അതുകൊണ്ടാണ് ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ എടുത്തത് കേട്ടോ. അതായത് ഒരു 4 മാസങ്ങൾക്ക് മുമ്പ്, അതായത് ഓണത്തിന്റെ ഒരു സമയത്ത് കേട്ടോ, അതിന്റെ തൊട്ട് മുമ്പായിട്ട് ആ ഒരു ടൈമില് എന്റെ കൂടെ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരുന്ന എന്റെ ഒരു കൂട്ടുകാരി, പേര് പറയണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനത് പറയാത്ത കേട്ടോ. അപ്പൊ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് വിളിച്ചത് കുറേ നാള് കൂടിയിട്ട് എന്നെ വിളിച്ചതായിരുന്നു. ഒരുപാട് സങ്കടങ്ങള് വിഷമങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടായിരുന്നു അന്ന് വിളിച്ചിരുന്നത്. അപ്പൊ നമ്മൾ ശരിക്കും പറയും, മറ്റൊരാളുടെ പ്രശ്നങ്ങള് നമ്മൾ ഏറ്റുവാങ്ങുക അല്ലെങ്കിൽ മറ്റൊരാളുടെ പ്രശ്നങ്ങൾ നമ്മൾ കേൾക്കുക എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അവർക്ക് പറയുന്നവർക്ക് ഭയങ്കരമായിട്ട് മനസ്സ് റിലാക്സ് ആവും. പക്ഷെ അത് കേൾക്കുന്ന ആളുകൾക്കുണ്ടല്ലോ, അവരത് മനസ്സിലേക്ക് എടുത്തിട്ടുണ്ട് എങ്കിൽ അത്തരം നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഊർജം നമ്മളിലേക്ക് നമ്മൾ ഏറ്റുവാങ്ങുന്നത് പോലെയാകും എന്ന് കരുതി നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ടവര് പ്രിയപ്പെട്ടവര് നമ്മളോടൊന്ന് മനസ്സ് തുറന്ന് അവരുടെ വിഷമങ്ങൾ പറയുമ്പോൾ എനിക്കതൊന്നും കേൾക്കാൻ പറ്റില്ല, എനിക്ക് ഇത്ര നെഗറ്റിവിറ്റി ഒന്നും എന്നിലേക്ക് വരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് നമുക്ക് ഒറ്റയടിക്ക് അത് മുഖത്ത് നോക്കി നമുക്ക് പറയാൻ പറ്റുകയില്ല. അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഒരാളുടെ വിഷമങ്ങൾ കേൾക്കുമ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് മനസ്സ് റിലാക്സ് ആവുന്നുവെങ്കിൽ നിങ്ങൾക്ക് അതിനൊരു സൊല്യൂഷൻ കൊടുക്കാൻ പറ്റുന്നുവെങ്കിൽ വലിയൊരു കാര്യം തന്നെയല്ലേ. അപ്പോ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരാള് അവരുടെ ഒരു ബുദ്ധിമുട്ട് കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ ഒരുപാട് അതിലേക്ക് ഇൻവോൾവ് ആകണ്ട. എന്ന് വെച്ചാൽ മനസ്സ് നിറഞ്ഞ് നമ്മൾ അതിലേക്ക് ഇൻവോൾവ് ആയിട്ട് അത്രയും ഡീപ്പായിട്ട് നമ്മളത് ഏറ്റുവാങ്ങണ്ട. പക്ഷെ ജസ്റ്റ് ഒരു പാസീവ് ആയിട്ട് നമ്മൾ അതിങ്ങനെ ഒന്ന് കേട്ട് നമ്മളെ കൊണ്ട് അതിനെന്താ അവരെ സമാധാനിപ്പിക്കാൻ പറ്റുക അല്ലെങ്കിൽ നമുക്ക് എന്താ ചെയ്തു കൊടുക്കാൻ പറ്റുക എന്നുള്ള രീതിയിൽ ചിന്തിക്കും. അപ്പൊ അങ്ങനെ പറഞ്ഞു കൊടുത്ത ഒരു കാര്യം, ആ ഒരു കാര്യം അവൾക്ക് ഭയങ്കരമായിട്ട് എഫക്റ്റീവായി അതിന്റെ റിസൾട്ട് കിട്ടിയിട്ട് എന്നെ ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു കാര്യമാണ് ഞാൻ ഇന്നത്തെ ഇതിലത്ത് പറയണേ. മറ്റൊന്നുമല്ല, നേരത്തെ വിളിച്ചപ്പോ അവൾ എന്നോട് പറഞ്ഞ കാര്യങ്ങളൊന്നും ഡീറ്റെയിൽഡ് ആയിട്ട് ഞാനിപ്പോ ഈ വീഡിയോയിൽ പറയുന്നില്ല. പക്ഷെ ബേസിക്കലി ഇത്രയേ ഉള്ളൂ. എല്ലാ ഫാമിലിയിലും ഉണ്ടാകുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. അതിൽ ഒട്ടുമിക്കതും സ്വത്തുമായിട്ട് ബന്ധപ്പെട്ടതൊക്കെ ആയിരിക്കും. വീട് പാർട്ടീഷൻ നടക്കുന്ന സമയത്തൊക്കെ ഉണ്ടാകുന്ന, അതായത് കൂടപ്പറപ്പുകൾ പോലെ ഉണ്ടായിരുന്ന ആളുകളെ പോലെയല്ല, കൂടപ്പറപ്പുകളായിട്ടുള്ള ആളുകൾ തന്നെ ശത്രുക്കളായി തീരുന്ന ഒക്കെ ഒരു സാഹചര്യമാണല്ലോ മിക്കവാറും വീടുകളിൽ സ്വത്ത് ഭാഗം വെക്കുമ്പോഴൊക്കെ ഉണ്ടാവുന്നത്. അപ്പോ ഇവൾക്കായിരുന്നു കൂടുതൽ ഷെയർ കിട്ടിയിരുന്നത്. അപ്പൊ അതിന്റെ പേരിൽ കുടുംബാംഗങ്ങൾ തമ്മിലുണ്ടായിട്ടുള്ള വഴക്കുകള് കാര്യങ്ങളൊക്കെ വളരെ രൂക്ഷമായിട്ട് പോയിക്കൊണ്ടിരുന്ന സാഹചര്യത്തില് ഇവളുടെ തന്നെ മനസ്സിൽ ഇവൾക്ക് ഇങ്ങനെ തോന്നിയിരുന്നു എന്ന് പറഞ്ഞു. അതായത് അവർക്ക് ഇവളോട് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ശത്രുത, ഇവളോടും ഹസ്ബൻഡിനോടും, ഇവർ രണ്ടുപേരുമാണ് അവിടെ താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അവരോട് ശത്രുത ഉണ്ടാകും, എന്തെങ്കിലും ഇവര് നമുക്കിട്ടൊരു പണി പോലെ തരാൻ സാധ്യതയുണ്ട്. അവൾ തന്നെ പറഞ്ഞ കാര്യങ്ങളാണ് കേട്ടോ. അങ്ങനെ ഒക്കെ അവരുടെ മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. അത് കാലക്രമേണ എന്താ പറയാ, ഓരോ ദിവസം, അതായത് ഇവര് കാണുമ്പോൾ സംസാരിക്കുന്നില്ല, മുഖമൊക്കെ ഭയങ്കരമായിട്ട് ദേഷ്യത്തിലും ഒക്കെ ആയിട്ട് പെരുമാറുന്നു. കാണുമ്പോൾ അത്രയും നാള് വളരെ സന്തോഷമായിട്ട് കഴിഞ്ഞിരുന്നവര് കാണുമ്പോൾ ശത്രുക്കളെ പോലെ പെരുമാറുന്നു. അപ്പൊ ഇവള് തന്നെ മനസ്സിൽ കുറെ കാര്യങ്ങള് ഇങ്ങനെ, അതായത് മൊത്തം ഒരു നെഗറ്റീവായിട്ട് മാറിയ ഒരു സിറ്റുവേഷൻ ആയിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ എന്നും വഴക്കുകളും പ്രശ്നങ്ങളും ആയി തുടങ്ങി. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഇവളുടെ ജോലി നഷ്ടപ്പെട്ടു. ഇവർക്ക് കുറച്ച് സ്ഥലം വിൽപ്പനയ്ക്കായിട്ട് അവര് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും നടക്കുന്നില്ല. വരുന്നവരെയൊക്കെ ഇവര് പറഞ്ഞു മുടക്കുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ആകെ മനസ്സ് ഡൗൺ ആയി. ഇവളുടെ ജോലി ഇവൾക്ക് നഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് ഈ പറയുന്ന പോലെ ഹസ്ബൻഡുമായിട്ട് എന്നും വഴക്കുകള് കാര്യങ്ങൾ, ഒരു പ്രശ്നം ഇല്ലാണ്ട് പോയിക്കൊണ്ടിരുന്ന ഫാമിലിയിൽ പെട്ടെന്ന് വഴക്കുകള് കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങി. മൊത്തത്തിൽ ഒരു സ്വസ്ഥത സമാധാനം ഒക്കെ തകർന്നിരിക്കുന്ന സമയത്ത് ഇവൾക്ക് തന്നെ തോന്നി, ഇത് ആരോ എന്തോ ഞങ്ങൾക്കൊരു പണി ചെയ്തിട്ടുണ്ട്. ആരോ എന്നല്ല, കുടുംബത്തിലുള്ളവര് തന്നെയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇവള് ഒരു ജ്യോത്സ്യനെ പോയി കണ്ട് അദ്ദേഹം പ്രശ്നമൊക്കെ വെച്ച് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോ വീടിന്റെ ഒരു ഭാഗത്ത്
അവിടെ മണ്ണ് കുഴിച്ചു നോക്കാൻ പറഞ്ഞു. അവിടെ എന്താ പറയുന്നത്, ഈ പറഞ്ഞ ആൾ രൂപങ്ങൾ പോലെ കുറച്ച് കാര്യങ്ങൾ, സംഭവം വേറൊന്നുമല്ല, കൂടോത്രം ചെയ്തതായിട്ടാണ് പറഞ്ഞത്. പിന്നെ ഇവക്ക് ആകെ പേടിയായി. അപ്പോ അദ്ദേഹത്തോട് ചോദിച്ചപ്പോ ആ ഒരു ജ്യോത്സ്യൻ പറഞ്ഞൊരു കാര്യമാണ്, ഇതിനുള്ള പ്രശ്നപരിഹാരങ്ങൾ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്നുണ്ട് എങ്കിൽ 1 മാസത്തിനകം തന്നെ നിങ്ങളുടെ വീട്ടില് ഒരാപത്ത് ഉണ്ടാകും എന്നുള്ളതും കൂടി പറഞ്ഞു. അതുകൂടെ കേട്ടപ്പോഴത്തേക്ക് ആള് ഭയങ്കരമായിട്ട് പേടിച്ചു. പക്ഷെ ഇവര് പറഞ്ഞ അത്രയും വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്യാനുള്ള തക്കവണ്ണം പൈസ ഇവളുടെ കയ്യിൽ ഉണ്ടായിരുന്നു ഇല്ല. അതുപോലെ തന്നെ ഇവള് പിന്നെ ആകെ ടെൻഷനായി, ഇനി ഞങ്ങൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമോ, ഞങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിക്കുമോ എന്നായി പിന്നെ ഇവളുടെ ചിന്ത. അധികം വൈകിയില്ല, ഹസ്ബൻഡിന് ഒരു ആക്സിഡന്റ് പറ്റിയിട്ട് കാലിന് ഒരു ഓപ്പറേഷന് വേണ്ടി വന്നു. അപ്പൊ ഈ കാര്യങ്ങളൂടെ ആയപ്പോഴത്തേക്ക് ഇവൾക്ക് 100% ഇവൾക്ക് അതിൽ വിശ്വാസമായി. അങ്ങനെ ആകെ ടെൻഷനായിട്ട് പുള്ളിക്കാരി ചെന്ന് വീണ്ടും അത്യാവശ്യം അവളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് വഴിപാട് കാര്യങ്ങളൊക്കെ ചെയ്തു എന്ന് പറഞ്ഞു. ഇതൊക്കെ കഴിഞ്ഞിട്ടും ഹോസ്പിറ്റലിൽ തന്നെ 2 ലക്ഷം രൂപയോളം ചെലവായിട്ടിരിക്കുന്ന സാഹചര്യത്തില് 19,000 രൂപയ്ക്ക് അടുത്തുള്ള വഴിപാടുകളൊന്നും ചെയ്യാനായിട്ട് ഇവളെ കൊണ്ട് പറ്റില്ല എന്നുള്ള ഒരു ഇതിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഞാൻ യൂട്യൂബൊക്കെ സ്റ്റാർട്ട് ചെയ്ത് വീഡിയോസ് ഒക്കെ ഓരോന്ന് ഇട്ട് തുടങ്ങിയ ഒരു സമയത്ത് അപ്പൊ അവളത് കണ്ടിട്ട് എന്നെ വിളിച്ചത്. അങ്ങനെ വിളിച്ചു കഴിഞ്ഞപ്പോ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോ ലാസ്റ്റ് എന്നോട് ചോദിച്ചൊരു ചോദ്യം, അതാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോയുടെ ടോപ്പിക് ആയിട്ട് പറയുന്നത്. അതായത് മറ്റൊന്നുമല്ല, എടി ഈ കൂടോത്രം അല്ലെങ്കിൽ ഇതുപോലുള്ള ആഭിചാര കർമ്മങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇതൊക്കെ ശരിക്കും സത്യമാണല്ലേ, ഇതൊക്കെ ഫലിക്കുന്നതാണല്ലേ, എനിക്ക് ഇപ്പോഴാണ് ഇതിലൊക്കെ വിശ്വാസം വന്നത് എന്നോട് പറഞ്ഞു. ഞാൻ അതിന് കൊടുത്ത മറുപടി എന്ന് പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ, ഈ പറയുന്ന കാര്യങ്ങള് ഫലിക്കുമോ എന്ന് ചോദിച്ചാൽ ഫലിക്കും. എന്താ ഫലിക്കില്ലായിരിക്കുന്നില്ല, ഫലിക്കും. പക്ഷെ നിങ്ങളുടെ മനസ്സിൽ ഭയം അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ചിന്താഗതി അല്ലെങ്കിൽ അത്തരം നെഗറ്റീവ് ഊർജമാണ് കൂടുതൽ ഉള്ളത്, നിങ്ങൾക്ക് അതിനെ ഭയക്കുന്നു, ഇങ്ങനെ ഒരു കാര്യം ചെയ്താൽ നിങ്ങൾക്കത് ഫലിക്കുമോ എന്ന് നിങ്ങൾ സംശയിക്കുന്നുവെങ്കിൽ നിങ്ങൾക്കത് അഫക്റ്റ് ചെയ്തേക്കാം. അതല്ലാതെ 101% ഞാൻ ഉറപ്പിച്ച്, ഞാൻ ഗ്യാരണ്ടീഡ് ആയിട്ട് ഞാൻ പറയാം, ഇത്തരം കാര്യങ്ങളൊക്കെ, അതായത് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ത് തന്നെ ഒരു വ്യക്തി ചെയ്താലും, ഒരാൾക്കെതിരെ ചെയ്താലും നിങ്ങൾ അത് വിശ്വസിക്കുന്നില്ല, നിങ്ങൾ പോസിറ്റീവായിട്ട്, അതായത് നമ്മുടെ ഒരു ഓറ ലെവൽ എന്ന് പറയും, ആ ഒരു ഓറ ശുദ്ധമാണ്, അതിൽ പോസിറ്റീവ് ആയിട്ടുള്ള എനർജിയെ കൊണ്ട് നിങ്ങൾ നിറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അത് നിങ്ങളെ അഫക്റ്റ് ചെയ്യാൻ പോകുന്നുമില്ല. ഇതാണ് എനിക്ക് അതിനുള്ള ഒരു മറുപടി എന്ന് പറയുന്നത്. കാരണം ഞാൻ അതിൽ വിശ്വസിക്കുന്നുമില്ല. ഇത്തരം കാര്യങ്ങളൊക്കെ ഓരോരുത്തർ ഓരോന്ന് ചെയ്യുന്നത് കൊണ്ട് ഒരാൾക്ക് ഫലിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തിനാ അതിന് ഭയക്കേണ്ട ആവശ്യം ഇല്ല. പ്രത്യേകിച്ചും ലോ ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ ആകർഷണ നിയമം പോലുള്ള ഒരു കാര്യങ്ങൾ നമുക്ക് അറിവ് തരുന്നതാണ്. ഒരുപാട് പുസ്തകങ്ങളിലൂടെയും ക്ലാസ്സുകളിലൂടെയും നമ്മൾ അനുഭവത്തിലൂടെ നേടിയെടുത്തിട്ടുള്ള കാര്യങ്ങള് നമ്മളുടെ മനസ്സിൽ നിൽക്കുമ്പോൾ നമ്മൾ ഇത്തരം കാര്യങ്ങളിലൊന്നും വീഴേണ്ട കാര്യമില്ല. അതാണ് എനിക്ക് മെയിൻ ആയിട്ട് അതിനകത്ത് പറയാനുള്ളത്. അപ്പൊ ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാൻ, നിനക്ക് ഇതിനകത്തൊക്കെ വിശ്വാസം ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ പറയുന്ന ഒരു കാര്യത്തില്, പക്ഷെ എങ്കിലും ഇത്രയും വലിയ വഴിപാട് കാര്യങ്ങളിലൊന്നും വേണ്ട, 5 പൈസ മുടക്കില്ലാത്ത ഒരു കാര്യം പറയാം, പരീക്ഷണാടിസ്ഥാനത്തിൽ എന്ന പോലെ ചെയ്തു നോക്കുക, പക്ഷെ വിശ്വാസത്തോടു കൂടി ചെയ്യുമ്പോഴാണ് അതിന്റെ റിസൾട്ട് കിട്ടുള്ളൂ എന്ന് പറയും. അവൾ എന്തും ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഒരു സാഹചര്യത്തിലായിരുന്നു വിളിച്ചിരുന്നത്. അപ്പോ വളരെ മിറാക്കിൾ ആയിട്ടുള്ള ഒരു പ്രാർത്ഥന ഒട്ടുമിക്കവർക്കും അറിയാവുന്നതാണ്, ഹോപ്പനോപ്പനോ പ്രയർ, ഞാൻ പറഞ്ഞു കൊടുത്തു. മറ്റൊന്നുമല്ല, ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു. ഈ 4 സെന്റൻസുകൾ സൃഷ്ടിക്കുന്ന അത്ഭുതം എന്ന് പറയുന്നതുണ്ടല്ലോ, അത് ഡീറ്റെയിൽഡ് ആയിട്ട് ഇനി നമുക്ക് ജനുവരി തുടങ്ങി ഞാൻ പറഞ്ഞില്ലേ, ഓരോ പ്രാക്ടീസുകൾ ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരാം കേട്ടോ. എങ്കിൽ പോലും അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു മന്ത്രമാണ്. ഞാൻ ഇത്രേ പറഞ്ഞുള്ളൂ, എല്ലാ ദിവസവും രാവിലെയും രാത്രിയും ഒരു 108 തവണ ഇതൊന്ന് ജപിക്കുക. അതായത് എന്താ പറയണേ, മനസ്സിൽ ഫീലോട് കൂടി അതിന്റെ ഓരോ സെന്റൻസിന്റെയും അർത്ഥം എല്ലാം പറഞ്ഞു കൊടുത്ത് അങ്ങനെ, അതായത് നമ്മൾ ചെയ്യുന്ന അല്ലെങ്കിൽ നമുക്ക് ഇന്ന് വന്നു ചേർന്നിട്ടുള്ള എല്ലാത്തിന്റെയും റെസ്പോൺസിബിലിറ്റി നമ്മൾ തന്നെയാണ് എന്ന് നമ്മൾ സങ്കല്പിച്ചുകൊണ്ടല്ല, അങ്ങനെ തന്നെ ആ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ അതിന് ക്ഷമാപണം നടത്തി, അതിന് പ്രപഞ്ചം നമ്മളോട് ക്ഷമിച്ചിരിക്കുന്നു, അതിന് നമ്മളെ തന്നെ ആ ഒരു സ്നേഹിക്കുന്നതായിട്ടൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ട് മനസ്സിൽ ഫീലോട് കൂടിയിട്ട് നമ്മളത് പറഞ്ഞു കഴിയുമ്പോൾ തീർച്ചയായിട്ടും നമുക്കതിനകത്ത് പരിഹാരം ഉണ്ടാവും. അപ്പോൾ ഈ ഒരു കാര്യം പറഞ്ഞു കൊടുത്തു കേട്ടോ. പിന്നെ 1-2 വേറെ കാര്യങ്ങളൊക്കെ ആയിട്ട് പറഞ്ഞു കൊടുത്തതിന് ശേഷം ഇന്നലെ എന്നെ വിളിച്ചപ്പോ പറഞ്ഞത് ഇതാണ്,
കഴിഞ്ഞ ആഴ്ച അക്കൗണ്ടന്റ് ആയിട്ട് ജോലിക്ക് കയറി. ഹസ്ബൻഡുമായിട്ട് ഇപ്പൊ വളരെ നല്ലൊരു റിലേഷൻഷിപ്പ് ആയിട്ട് നല്ല രീതിയിൽ അവർ പോകുന്നു. അതുപോലെ അവരുടെ വിൽക്കാതെ കിടന്ന സ്ഥലം കാര്യങ്ങളൊക്കെ ഏകദേശം, അതായത് അതിന്റെ ടോക്കൺ കിട്ടിയെന്നാണ് പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ഇപ്പൊ അവർക്ക് വിശ്വാസമായി അത് വിൽപ്പന നടക്കുമെന്നുള്ളത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് സന്തോഷത്തിൽ പറഞ്ഞു. മാത്രമല്ല കേട്ടോ, ഒരു ക്ലാസ് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, ജോയിൻ ചെയ്യാനായിട്ട് 1 മന്ത് അവൾ ആ ഒരു ക്ലാസ്സും ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നേ. മെഡിറ്റേഷൻ കാര്യങ്ങളൊക്കെ ശീലമാക്കി ഈ ഒരു പാത്തിലാണ്, ആ ഒരു സ്പിരിച്വൽ വേയിലാണ് കക്ഷി ഇപ്പോ ഉള്ളത്. വളരെ സന്തോഷം സമാധാനം നിറഞ്ഞൊരു ജീവിതമാണെന്നൊക്കെ കേട്ടപ്പോ എനിക്കും അത് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യണം തോന്നി. അതാണ് ഇന്നിങ്ങനെ ഒരു വീഡിയോ ചെയ്യാനായിട്ട് കാരണം. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യം, ഈ കൂടോത്രം അല്ലെങ്കിൽ ഒരാളെ പ്രാകുന്നത് ഇതൊക്കെ ഏൽക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലാന്ന് തന്നെ എനിക്കതിനകത്ത് ഉത്തരവുള്ളൂ കേട്ടോ. ഇനി ഉണ്ടെന്ന് സമർത്ഥിക്കുന്നവർക്ക് ഞാൻ പറഞ്ഞില്ലേ, അവരുടെ ചിന്താഗതികളും വിശ്വാസങ്ങളും അങ്ങനെ ആയിട്ടായിരിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ലടോ, ഇതൊന്നും നമുക്ക് ഏൽക്കാൻ പോകുന്ന കാര്യങ്ങളല്ല, അത്രയേ ഉള്ളൂ. ഇനി അതിനെന്താ കാരണം എന്നല്ലേ, നമ്മൾ പറഞ്ഞ എനർജി ഇല്ലേ, അതിൽ പോസിറ്റീവും ഉണ്ട് നെഗറ്റീവും ഉണ്ട്. ഇപ്പോ അതെങ്ങനെ വേണമെങ്കിലും ഒരാൾക്ക് ഉപയോഗിക്കാം അല്ലെ. ഇപ്പൊ നമ്മൾ പറയുന്ന ഈ പച്ചക്കറികളൊക്കെ നുറുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കത്തി ഉപയോഗിക്കുമ്പോൾ കത്തി അതിന് മാത്രമല്ലല്ലോ, ഒരാളെ ഉപദ്രവിക്കാനും നമുക്കത് ഉപയോഗിക്കാം എന്ന് പറയുന്ന പോലെയുള്ളൂ. എനർജിയെ നല്ല ആളുകളുടെ കയ്യിൽ കിട്ടിയാൽ അത് പോസിറ്റീവായിട്ട് അവർ വിനിയോഗിക്കും. മോശം ആളുകളുടെ കൈ കിട്ടിയാലോ അവരതിനെ ദുർവിനിയോഗം ചെയ്യുകയും ചെയ്യും. അപ്പോ അത് ആരുപയോഗിക്കുന്നു, അതെങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതിനനുസരിച്ചായിരിക്കും ആ എനർജിയുടെ പവർ മാറുക. ഇനി നമുക്കത് ഏൽക്കാതിരിക്കണമെങ്കിൽ നമ്മളത് സ്വീകരിക്കാതിരുന്നാൽ മതി എന്നേ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഒരാൾ നമ്മുടെ കയ്യിലേക്ക് ഒരു സാധനം തരുമ്പോ വേണ്ട, അത് നമ്മൾ വാങ്ങുന്നില്ല എങ്കിൽ അത് അവരുടെ മാത്രമായിട്ട് ഇരിക്കുകയുള്ളൂ. ഒരാൾ ഓടി നമ്മുടെ വീട്ടിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മൾ അവരെ വീട്ടിനകത്തേക്ക് കയറ്റാൻ താല്പര്യമില്ലെങ്കിൽ നമ്മൾ ഡോർ അടച്ചു കഴിഞ്ഞാൽ അവർക്ക് വീട്ടിനകത്തേക്ക് പ്രവേശനമില്ല. ഇതുപോലെയുള്ളൂ നെഗറ്റീവ് എനർജി വരുമ്പോഴും. അപ്പൊ ഈ പറയുന്ന ബ്ലാക്ക് മാജിക് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോ അത് നമ്മൾക്ക് ഫലിക്കുന്ന എന്തുകൊണ്ടാണെന്നറിയോ? ഓട്ടോമാറ്റിക്കലി നമ്മളുടെ മനസ്സിൽ കുറേ നെഗറ്റിവിറ്റികൾ ഉണ്ട്. ഈ നെഗറ്റിവിറ്റി എന്ന് പറഞ്ഞാല് ദേഷ്യമായിട്ടും വെറുപ്പായിട്ടും പകയായിട്ടും സങ്കടമായിട്ടും ഒക്കെയുള്ള കുറേ വികാരങ്ങളാണ്. ഈ നെഗറ്റിവിറ്റി, ഭയം, ഇതൊക്കെ ഉള്ളിലുള്ളപ്പോ നമ്മുടെ ചുറ്റുവട്ടത്തുമുള്ള നെഗറ്റീവ് എനർജിയെ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മളിലേക്ക് ആകർഷിക്കുന്നു. അപ്പൊ ഇത്തരം ബ്ലാക്ക് മാജിക്കുകളോ അല്ലെങ്കിൽ ഇങ്ങനെയോ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു നെഗറ്റീവ് എനർജിയെ പാസ് ചെയ്ത് വിടുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് എവിടേക്ക് എത്തും? നമ്മളിലേക്ക് എത്തും. പക്ഷെ നമ്മൾ പോസിറ്റീവായിട്ട് മെഡിറ്റേഷൻ ശീലമാക്കി കഴിഞ്ഞാല്, അതുപോലെ തന്നെ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തിലുള്ള നമ്മുടെ പ്രാർത്ഥനകൾ കാര്യങ്ങളൊക്കെ ആയാലും മതിയെന്നേ. ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇതൊന്നും നമ്മളെ ഏൽക്കാനായിട്ട് ഏൽക്കില്ല. അതാണ് എനിക്ക് അതിനകത്ത് പറയാനായിട്ടുള്ളത് കേട്ടോ. അപ്പോ അതാണ് മെയിൻ ആയിട്ട് ഇന്നത്തെ ടോപ്പിക് എന്നുള്ളത്. അതുപോലെ ചില ആളുകൾ പറയുന്ന അമ്പലത്തിലൊക്കെ പോയി ശത്രു സംഹാര പുഷ്പാഞ്ജലി, ശത്രു സംഹാര പൂജയൊക്കെ ചെയ്യുമ്പോൾ അവരുടെ വിചാരം എന്ന് പറയുന്നത്, ഈ ശത്രുക്കൾ എന്ന് പറയുന്നത് ഈ പറയുന്ന ബന്ധുക്കളോ അല്ലെങ്കിൽ അയൽവക്കക്കാരോ ഇങ്ങനെയുള്ളവരായിരിക്കും. അപ്പൊ ആ ശത്രുവിനെ അങ്ങ് നിഗ്രഹിക്കും, അതായത് ശത്രുവിനെ സംഗ്രഹിക്കുക, അവരെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളത് ഓർത്തിട്ടാണ് ഈ ഓടിപ്പോയി പലരും വഴിപാടുകൾ ചെയ്യുന്നത് എങ്കിൽ അങ്ങനെ തെറ്റിദ്ധാരണയുള്ളവരും ഉണ്ട്. ഒന്നുമല്ല. കാരണം ഒരമ്പലത്തിലും ഒരു ദൈവങ്ങളും കൊട്ടേഷൻ ടീമിൽ പെട്ട ആളുകളല്ല ഒരാളെ ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ടെന്ന് ആദ്യം മനസ്സിലാക്കുക. ശത്രു സംഹാരം എന്ന് പറഞ്ഞാൽ ആരാ നമ്മുടെ ശത്രു? നമ്മുടെ മനസ്സിൽ തന്നെയുള്ള ചീത്തയായിട്ടുള്ള മോശമായിട്ടുള്ള ചിന്താഗതികളും മോശം അവസ്ഥയുമാണ് ശത്രു. ആ ശത്രുവിനെ സംഹരിക്കുക എന്നുള്ളതാണ്. അപ്പൊ ആ ശത്രുവിനെ സംഹരിച്ചു കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ശത്രുവായിട്ട് നമ്മൾ കരുതുന്ന വ്യക്തികളോടുള്ള വിദ്വേഷം, വെറുപ്പ്, പകയൊക്കെ നമ്മളിൽ തന്നെ ഇല്ലായ്മ ചെയ്ത് മാറും. ഇതാണ് ശരിക്കും ചെയ്യുന്ന കാര്യങ്ങള്. അത് മനസ്സിലാക്കാതെ നമ്മളിപ്പൊ തന്നെ എനിക്കൊരു ശത്രു ഉണ്ട്, എന്റെ അയൽവക്കക്കാരാണ്, നാളെ തന്നെ അവര് ഇല്ലാതാക്കിയിട്ടേ കാര്യമുള്ളൂ എന്ന് വിചാരിച്ചിട്ടല്ല നമ്മൾ ഇത്തരം പൂജകളും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വഴിപാടുകളും ചെയ്യേണ്ടത്. അതും ഒരു തെറ്റിദ്ധാരണ തന്നെയാണ് കേട്ടോ. അപ്പോ ഇതൊക്കെ തന്നെയാണ്, പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളില്ല. എനിക്കത് കേട്ടപ്പോ ഒരുപാട് സന്തോഷം തോന്നി അവര് പറഞ്ഞ ഒരു കാര്യം. അപ്പൊ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം തോന്നി. അപ്പൊ എന്തിനാന്നേ, നമ്മള് ഒരു ജീവിതമല്ലേ ഉള്ളൂ. ഈ മറ്റുള്ളവരോടുള്ള വെറുപ്പും വിദ്വേഷവും പകയൊക്കെ നമ്മുടെ ഉള്ളിൽ വെക്കുമ്പോ നമ്മൾ തന്നെയല്ലേ മലിനപ്പെടുക. നമുക്ക് തന്നെയാണ് മോശമായിട്ടുള്ള അവസ്ഥകൾ വന്നു ചേരുക. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകൾക്കല്ല അതൊന്നും സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോ നമ്മളില് ഒരു പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നമ്മളെന്ന് എങ്ങനെ തിരിച്ചറിയാമെന്ന് ചോദിച്ചാൽ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. നിങ്ങൾക്ക് അതായത് നമ്മുടെ ഓറ പോസിറ്റീവ് ആണ്, നല്ല ശുദ്ധമായിട്ടുള്ള ഒരാളാണെങ്കിൽ ഉണ്ടല്ലോ, നമ്മൾ നല്ല എനർജറ്റിക് ആയിരിക്കും. അല്ല, ഇപ്പൊ എന്ത് കാര്യം പറയുമ്പോഴോ ക്ഷീണം, വയ്യ, തളർച്ച, മടി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവില്ല. നമ്മൾ എനർജറ്റിക് ആയിരിക്കും. അതുപോലെ ശുദ്ധമായൊരു ചിന്താഗതിയുള്ള ആളുകളായിരിക്കും.
എന്ന് വെച്ചാൽ ഈ പറഞ്ഞ ദേഷ്യം, വിദ്വേഷം, പകയൊന്നും ആരോടും നമുക്ക് കൊണ്ടെടുക്കാൻ ശാന്തമായിട്ടുള്ള ഒരു മനസ്സ് നമ്മളിൽ ഉണ്ടാകും. നമുക്ക് എപ്പോഴും സന്തോഷത്തോടു കൂടി ഇരിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഓർത്തോ, നിങ്ങൾ നല്ല പോസിറ്റിവിറ്റിയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള നിങ്ങളെ ഒരു ദുഷ്ടശക്തികൾക്കും നിങ്ങളെ ഒന്നും ചെയ്യാൻ പറ്റില്ല, നിങ്ങളെ അത് അഫക്റ്റ് ചെയ്യില്ല. അപ്പോ ഇത്രയൊക്കെയുള്ളൂ എനിക്ക് ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട്. നമുക്ക് ലോ ഓഫ് അട്രാക്ഷന്റെ അടുത്ത സീരീസ് ഓരോ കാര്യങ്ങള് നമുക്ക് തുടർന്നുള്ള വീഡിയോസിൽ പറയാം. ജാനുവരി തുടങ്ങിയാണ് കേട്ടോ നമ്മുടെ പ്രാക്ടീസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണ് എങ്കിൽ, എന്റെ പേര് അഞ്ജലി. നിങ്ങൾ ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ, വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂട്ടോ. താങ്ക് യു.